നല്ല ചൂട്. ചെറിയൊരു മഴക്കാറുണ്ട്. മോലേരാ, ഇന്ന് മദ്രസ തുറക്കുന്ന ദിവസമാണല്ല, നിങ്ങളിന്ന് മദ്രസ പോയിട്ടില്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? പൊന്നാറിന്റെ മൂസേ, മദ്രസ ഒക്കെ തുറന്നിക്കണ്, അതിന് മൂലയായിട്ടോളും വെച്ചിരിക്കണം അവിടെ. ഞാൻ തലിക്കാലം ഇപ്പൊ അങ്ങോട്ട് ലീവാക്കിനാ. ഞാൻ ലീവാക്കാനുള്ള കാരണേ എന്റെ പെണ്ണുങ്ങൾ 9 മാസം കഴിഞ്ഞ് കുത്തിറക്കുക പേരില്. എല്ലാ മോലേരാ, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് 9 മാസം കഴിഞ്ഞിരിക്കാന്ന് നിങ്ങൾ പറഞ്ഞേ. ഇങ്ങനെ പെരിയിരുത്തിട്ട് വല്ല കാര്യമുണ്ടാ? ഡോക്ടറെ കൊണ്ടേ കാണിച്ചാൽ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തരൂല. നിങ്ങളെ പഴയ തരികളൊന്നും നടക്കൂലട്ട മോലേരാ. കൊണ്ടേ കാണിച്ചാല് അതാണ് നിങ്ങൾക്ക് നല്ലത്. പൊന്നാറിന്റെ മൂസേ, ഇന്റെ 4 കുട്ടികളും പ്രസവിച്ചിരിക്കുന്നത് ഇന്റെ പെരീന്നാണ്. ഞാനൊരു ഡോക്ടറെ അടുത്തേക്കും വൈദ്യരെടുത്തേക്കും ഞാൻ കൊണ്ടുപോകില്ല. ഇന്റെ പെരീന്നേനാണ് ഈ 4ത്തിനും പ്രസവിച്ചിരിക്കുന്നത്. 5ാമത്തതും ഇന്റെ പെരീന്നേനാടോ ഇന്റെ പെണ്ണുങ്ങൾ പ്രസവിക്കല്. ഞാനൊരു ഡോക്ടറെ അടുത്തേക്കൊന്നും കൊണ്ടുപോകില്ല. ഞാനൊരു മൂല്യരാടോ. നിങ്ങൾ മൂലയൊക്കെ തന്നെ. നിങ്ങൾ ചിരിച്ചുകാണ്ട് സംസാരിക്കൊന്നും വേണ്ട. ഇപ്പൊ പഴയ കാലല്ല, ഇപ്പൊ ടെക്നോളജിയുള്ള കാലമാണ് നമ്മുടെ നാട്. ഇപ്പൊ പഴയ മരുന്നല്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാല് അതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ തരും. നിങ്ങൾക്ക് അറിയില്ലേ, ഇന്നലെ ഒരു മൂല്യര് 4 പ്രസവം, 5ാമത്തെ പ്രസവം എന്റെ വീട്ടിൽ തന്നെ വേണമെന്ന് ആ മൂല്യര് വാശി പിടിച്ചുകൊണ്ട് എന്തായി, ആ പെണ്ണ് സ്വന്തം ഭാര്യ മരിക്കേണ്ട ഒരു സ്ഥിതി വന്ന് അപ്പൊ അയാൾ ജയിലിലാ. അതേമാതിരി നിങ്ങളും ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ വരും. നിങ്ങൾ നേരെ ഒരു പണി ഡോക്ടറെ കൊണ്ടുപോയി ഡേറ്റും കാര്യങ്ങളും കാണിച്ചാല് നിങ്ങൾക്ക് ജയിലിൽ കിടക്കാതിരിക്കാം. ഞാൻ നിങ്ങൾക്ക് നല്ലിന് വേണ്ടി പറഞ്ഞത്. ഞാൻ പോട്ടെ. ഇത് പറഞ്ഞതിൽ കുറെ സത്യങ്ങളുണ്ട്. എനിക്ക് എന്തായാലും ജയിലിൽ പോയി കിടക്കാൻ കഴിയില്ല. കാരണം നല്ലൊരു ഡോക്ടറേറ്റ് അവളായിട്ട് പോയിട്ട് ഒരു ഡേറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ ഡേറ്റും വാങ്ങിയിട്ട് ഞാൻ വരാം. എന്നാ പിന്നെ ആ ഡേറ്റിനനുസരിച്ച് ആശുപത്രി കാർഡ് കൊണ്ടുപോയാൽ മതിയല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം. എന്നാ ഒരു ടെൻഷനും ഇല്ല. ഞാൻ പോട്ടെന്നാലേ.